ഓ താങ്ക് യു. ഇനി ഞാൻ ഒരു കാര്യം കൂടെ നിങ്ങളുടെ സന്തോഷത്തിന് വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്യാം. കണിച്ചോളങ്ങര ഉണ്ട പുഴുങ്ങാൻ പോയത് പറയട്ടെ. എടി കൊച്ചേ, ഇളയ മരുമക ഇപ്പൊ എന്നോട് മിണ്ടിയല്ല. ഞാൻ എന്നാ തെറ്റ് ചെയ്തിട്ട് 3 മാസമായിട്ട് എന്നോട് മിണ്ടിയല്ലായിരുന്നു. അങ്ങനെ മിനിങ്ങാകുന്ന എന്നോട് പറയാണ്, അമ്മ കണിച്ചോളങ്ങര അമ്പലത്തിൽ ഉത്സവത്തിന് കൊടിയേറി ഉണ്ട പുഴുങ്ങാൻ പോകുക. ഞാൻ ആലോചിച്ച എന്റെ ദൈവമേ, ഈ കൊച്ചിന് നല്ല ബുദ്ധി തോന്നിയല്ല, എനിക്ക് കുളിര് കോരിയടിയപ്പം. അങ്ങനെ ഞാൻ എന്റെ സെറ്റ് കൊണ്ട് കഞ്ഞോളത്തി മുക്കി തെക്കേഴ ഇട്ടു. നല്ല വെയിലുണ്ടായിരുന്നതിന് അത് ഉച്ച കഴിഞ്ഞപ്പോ വിറകുള്ളി പോലെ നിൽക്കും. അപ്പൊ ഞാൻ എന്താ പറയണ, കുടുംബശ്രീയുടെ കാശ് കൊണ്ട് ലളിതയുടെ വീട്ടിൽ കൂടെ എന്ന് പറഞ്ഞിട്ട് ഇത് കൊണ്ട് അവിടെ കൊണ്ടുവന്നപ്പോ അവിടെ മക പ്രസവിച്ച കിടക്കേ. ഞാൻ അവിടെ ഇരുന്ന് വർത്താനം പറഞ്ഞ് സമയം പോയത് ഇവിടെ വന്നപ്പോ താമസിച്ച. അപ്പൊ ഇവ ചോദിച്ചത് എവിടെ പോയി? ഞാൻ പറഞ്ഞിട്ടാണ് കാശ് കൊടുക്കാൻ പോയത്. എന്നാ പറ്റി? അല്ല ഇത്ര നേരം ഞാൻ പറഞ്ഞു മനുഷ്യരല്ലേ, വർത്താനം പറഞ്ഞിരിക്കും. എന്നാ പറ്റി? നിങ്ങളുടെ ഇളയ മരുമക ചെങ്ങണ്ടെന്ന് പുപ്പനും പെണ്ണും പിള്ളേ കൂടെ ഓട്ടായി വന്നപ്പോ അവരുടെ കൂടെ ഉണ്ട പുഴുങ്ങാൻ കടിച്ചോളങ്ങനെ പോയത്. ഇത് കേട്ടപ്പോ എനിക്ക് അരിശം സങ്കടം വന്ന് അവിടെ ഇരുന്ന ചകിരി മൊത്തം പിരിച്ചു തീർത്തില്ല. ഇച്ചിരൂടെ കഴിഞ്ഞപ്പോ തിരുനെല്ലൂരിന്ന് സഹദേവൻ അവൻ വന്നേച്ചു മതി, കുഞ്ഞമ്മ നമുക്ക് അമ്പലത്തിൽ പോകാം. ഞാൻ പറഞ്ഞു ഞാൻ എങ്ങും പറ്റില്ല, എനിക്ക് ഭയങ്കര വിഷമായിപ്പോയി. ഞാൻ വിളിക്കെന്ന് പറഞ്ഞ് നിപ്പന്തിച്ചപ്പ ഈ സെറ്റും കൊണ്ട് കൊടുത്ത് ഇവരേലും മുമ്പ് ഞങ്ങ അവിടെ ചെന്നു. പക്ഷെ എനിക്കൊരു അബദ്ധം പറ്റിയൊരു കൊച്ച കൊതുമ്പ് എടുക്കാൻ മറന്നു. അവസാനം നമ്മള് പിന്നെ ഞർക്കൂരത്തെ സുകുമാരന്റെ മകളെ കട്ടണ്ട് പോയ പൂക്കറക്കണ്ണ ചെറുക്കണില്ല, അവൻ കട നടത്തണുണ്ട്. ഇത്രയുള്ള കൊതുമ്പിന് 10 രൂപ മേടിച്ച ദുഷ്ടൻ. അത് മേടിച്ച് കീറി കത്തിച്ചിട്ടാണ് തീയും പിടിക്കണില്ലടി. പിന്നെ അവിടെ കിടന്ന് കുറെ കടലാസ് കഷ്ണം പൊട്ടിയ വലപ്പടക്കത്തിന്റെ ഓലയൊക്കെ ഉണ്ടായിരുന്നു. വാരിയിട്ട് കത്തിച്ച് തീ നല്ലപോലെ പിടിച്ച് ഇച്ചിരിയുടെ കഴിച്ചിട്ടും മണ്ണൊരു സാമാന്യ കേട്ടു. കലം മുകളിൽ പോയി ആളുകൾ ഓടുകയും ചെയ്യണം കേട്ടു. ഞാൻ ആലോചിച്ചെല്ലാം ഓടണം. എന്നതാണടി ഇതിനകത്ത് ഏതാണ്ട് ഗുണ്ടാ ചെണ്ടാക്ക പൊട്ടാതെ കിടന്നു. അവസാനം കലം താഴെ വന്നപ്പോ പത്മശ്രീയുടെ കിറി പോലെ ഇരുന്ന കലം. പിന്നെ ആളുകൾ പിരിപെട്ട് വന്നിട്ടാണ് പൊടിയും കലും ഒക്കെ മേടിച്ചുണ്ട പിഴിഞ്ഞ ചെമ്മന്നത്. സന്തോഷായില്ലേ? ഞാൻ എപ്പോഴും ഉണ്ടാവും കൂടെ കേട്ടോ.